എന്തുകൊണ്ടാണ് പല ധനികർക്കും പെട്ടെന്ന് സംഭവിക്കുന്നത്? ചില ബിസിനസ്സുകൾ തുടക്കത്തിൽ തന്നെ പരാജയപ്പെടുന്നതിന്റെ കാരണം എന്താണ്? ബിസിനസ്സുകളിൽ കൈക്കൊള്ളേണ്ട ചില രീതികൾ അവലംബിക്കാത്തതാണ് കാരണം. തന്റെ എല്ലാ ബിസിനസ് മേഖലകളിലും പൂർണ്ണ വിജയം വരിച്ച ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ബിസിനസ്മാനായ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 3ാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇതിനു വലിയ മാതൃകയാണ്. അവരുടെ അവസാന കാലത്ത് 10,000 കോടിയോളം വിലമതിക്കുന്ന ആസ്തി ഉണ്ടായിരുന്നു എന്നാണ് ചരിത്ര രേഖകൾ. തന്റെ സമ്പത്ത് പൂർണ്ണമായും മക്കയിൽ ഉപേക്ഷിച്ച് അബിസീനിയയിലേക്കും മദീനയിലേക്കും ഹിജ്റ പോയിട്ടും ഇത്രയധികം സ്വത്തിന് ഉടമയാകാൻ സാധിച്ചതിന് പിന്നിൽ അവിടുത്തെ ബിസിനസ് രീതികളായിരുന്നു. ഖുമാസിയത്ത് ഉസ്മാൻ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഒരു ബിസിനസ് വളർത്തിക്കൊണ്ടുവരാനുള്ള 5 തന്ത്രങ്ങൾ. 1. ബിസിനസ്സിനെ ഒരു ട്രീറ്റ്മെന്റായി കാണലാണ് ആദ്യത്തെ മാർഗം. ഓരോ ചെറിയ പോരായ്മയും കണ്ട് മനസ്സിലാക്കി അത് പെട്ടെന്ന് തിരുത്തണം എന്നർത്ഥം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ ബിസിനസ് സ്വയം നിരീക്ഷിക്കുകയും പോരായ്മകളെ തിരിച്ചറിയുകയും അവക്കുള്ള പരിഹാരങ്ങൾ നടപ്പാക്കുകയും ചെയ്തു. ഒരു അപ്രതീക്ഷിത നഷ്ടത്തിന്റെ പേരിലോ പ്രതിസന്ധിയുടെ പേരിലോ അദ്ദേഹം പിന്മാറിയില്ല. പ്രത്യുത ബിസിനസ്സിൽ വിജയം വരെ ക്ഷമയോടെ തുടർന്നു. ബിസിനസ് ലാഭകരമായി തീർന്നതിനു ശേഷം ഈ ലാഭം വർദ്ധിപ്പിക്കലാണ് 2ാമത്തെ തന്ത്രം. ലാഭത്തിൽ നിന്ന് അല്പം മാത്രം ചെലവഴിച്ച് ബാക്കിയുള്ളവ വീണ്ടും അതിൽ നിക്ഷേപിക്കുന്നതിലൂടെ ഇത് സാധ്യമാകുന്നു. സമകാലിക വ്യാപാരവും ധനകാര്യ പുസ്തകങ്ങളും നിക്ഷേപത്തിൽ ഈ തത്വം വളരെയധികം ഊന്നിപ്പറയുന്നുണ്ട്. ഇത് ലാഭത്തിൽ ബിസിനസ്സിനെ ഉറപ്പിച്ചു നിർത്താനും വർധനവ് വരുത്താനും കൂടുതൽ സഹായിക്കുന്നു. 3ാമത്തെ തന്ത്രമായി എണ്ണുന്നത് കിട്ടുന്ന ഒരു ലാഭവും ചെറുതായി കാണാതിരിക്കലാണ്. എവിടെ ലാഭം കിട്ടുകയാണെങ്കിലും അതെല്ലാം കരസ്ഥമാക്കാൻ ശ്രമിക്കണം. പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ. കുറഞ്ഞ ലാഭങ്ങളാണ് വലിയ ലാഭങ്ങളിലേക്ക് വഴി നടത്തുന്നത്. എപ്പോഴും നല്ല ആരോഗ്യമുള്ള ജോലിക്കാരെ മാത്രം നിയമിക്കലാണ് 4ാമത്തെ മാർഗം. മറ്റെല്ലാ കാര്യങ്ങളിലും ഏറ്റവും നല്ല ഗുണനിലവാരമുള്ളതിനെ മാത്രം തിരഞ്ഞെടുക്കണം. ബിസിനസിന്റെ ക്വാളിറ്റി ഉയർത്താൻ ഇത് നിമിത്തമാകുന്നു. നല്ല മൂല്യമുള്ളതിനെ മാത്രം അന്വേഷിച്ച് വാങ്ങുന്ന ഉപഭോക്താക്കളിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വിശ്വാസം നിലനിർത്തുന്നു. ഇതെല്ലാം ഓരോ സമയത്തും മാർക്കറ്റിനെ കുറിച്ച് പഠിച്ച് ഉപഭോക്താക്കളുടെ അഭിരുചിക്ക് അനുസരിച്ചായിരിക്കണം. ചെറിയ ലാഭത്തിന് വേണ്ടി പഴയതും കാലഹരണപ്പെട്ടതുമായ സാധനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും പിന്നീട് വലിയ നഷ്ടങ്ങൾ വരുത്തും. മൂലധനം പല മേഖലകളിൽ ഇറക്കി ബിസിനസ് വ്യാപിപ്പിക്കലാണ് അവസാനത്തെ മാർഗം. ഗോതമ്പ്, ഈത്തപ്പഴം, ബാർലി, ഉണക്കമുന്തിരി തുടങ്ങിയ പലചരക്കുകളിലായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു വ്യാപാരം നടത്തിയിരുന്നത്. ഒന്നിൽ നഷ്ടം സംഭവിച്ചാലും മറ്റൊന്നിലൂടെ ലാഭം കൊയ്യാമല്ലോ. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ബിസിനസ് തകർച്ചകൾക്ക് വലിയ പരിഹാരമാണിത്. ഈ 5 തന്ത്രങ്ങൾ മനസ്സിലാക്കുന്നതിനൊപ്പം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെയും കൂടെ പഠിക്കണം. ധനാഢ്യനായിരുന്നുവെങ്കിലും ആർഭാടങ്ങളിൽ അശേഷം താല്പര്യം കാണിക്കാതെ സമ്പത്തെല്ലാം കയ്യും കണക്കുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമായിരുന്നു. ഒരിക്കൽ മദീനയിൽ ജലക്ഷാമം രൂക്ഷമായ അവസരത്തിൽ കുടിവെള്ളം ലഭിക്കുന്ന കിണറുകൾ വളരെ അപൂർവമായിരുന്നു. അതിലൊന്നായിരുന്നു ഒരു ജൂതന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ബിഅർ റൂമ. പണത്തിന് പകരം മാത്രമേ അയാൾ വെള്ളം നൽകുകയുള്ളൂ, അതും വലിയ വിലക്ക്. സ്വഹാബികളെല്ലാം ജൂതൻ പറയുന്ന കൊള്ളവിലക്ക് മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയായിരുന്നു. ഇതറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഅർ റൂമ വാങ്ങുന്നവർക്ക് സ്വർഗത്തിൽ ഒരു നീർത്തടം പകരം ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. കേൾക്കേണ്ട താമസം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അയാളുടെ അടുത്തെത്തി കിണർ വിൽക്കുമോ എന്ന് ചോദിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരു ധനികൻ വില പറയുമ്പോൾ നല്ല വില കിട്ടും എന്ന് തോന്നിയ അയാള് വലിയ വിലയിൽ കിണറിന്റെ പകുതി വിൽക്കാമെന്ന് പറഞ്ഞു. തർക്കിക്കാനൊന്നും നിൽക്കാതെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 35,000 ദിർഹമിന് അത് വാങ്ങി മുസ്ലിങ്ങൾക്ക് സംഭാവന ചെയ്തു. പകുതി എന്നാൽ ഒരു ദിവസം കിണർ അയാൾക്കും പിറ്റേന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനും എന്നതായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ദിവസത്തിൽ വെള്ളം വെറുതെ തന്നെ കിട്ടുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് വെള്ളം വാങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെ 2ാം പകുതിയും വിൽപ്പന നടത്തി. മസ്ജിദുൻ നബവിയിൽ ജനങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നപ്പോൾ പള്ളി വിശാലമാക്കുന്നതിനായി അതിന്റെ പരിസരത്തുള്ള സ്ഥലം 20,000 ദിർഹം വില കൊടുത്തു വാങ്ങിയതും മഹാനായിരുന്നു. ഹിജ്റ 9ാം വർഷം റോമൻ പടയെ നേരിടാൻ തയ്യാറെടുക്കുന്നതിന് വന്ന ചെലവിന്റെ 1/3 വഹിച്ചതും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബഖീയിൽ അവർക്കുണ്ടായിരുന്ന ഭൂമി പൊതുശ്മശാനത്തിന് സംഭാവന നൽകി. മുസ്ലിമായ സമയം മുതൽ അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ അടിമയെ മോചിപ്പിക്കൽ അവരുടെ പതിവായിരുന്നു. സ്വന്തം കീഴിൽ ഉണ്ടായിരുന്ന അടിമകൾ തീർന്നതിനു ശേഷം
മറ്റുള്ളവരുടെ അടിമകളെ വിലക്കു വാങ്ങിയാണ് മോചിപ്പിച്ചിരുന്നത്. ഇങ്ങനെ അവിടുത്തെ ജീവിതം പരിശോധിക്കുമ്പോൾ നല്ല മേഖലകളിൽ കൈമേയ് മറന്നുള്ള സംഭാവനകൾ കാണാൻ സാധിക്കും. ഇതും അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ വളർച്ചയിൽ വലിയ തോതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നത് തീർച്ചയാണ്.